നർത്തകൻ RLV രാമകൃഷ്ണന് നേരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കി. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഇടുക്കി സ്വദേശിയുടെ പരാതിയിലാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. സത്യഭാമയ്ക്കെതിരെയും യൂട്യൂബ് ചാനലിനെതിരെയും പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരോട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് RLV രാമകൃഷ്ണനും വ്യക്തമാക്കി. യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അത് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും RLV രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തി. തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനായി വേദി ഒരുക്കും. രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ക്ഷണം അറിയിച്ചു. ഒറ്റയ്ക്ക് വന്ന് റെക്കോർഡിംഗ് ഇട്ട് എന്റെ ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. എന്നാൽ അന്നേ ദിവസം മറ്റൊരു പരിപാടിയുള്ളതിനാൽ രാമകൃഷ്ണൻ ക്ഷണം നിരസിച്ചു. നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, പോകാൻ പറ്റില്ല. അതെ പരിപാടിയുണ്ട്. അതിനിടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ കോളേജ് ഡേ ആഘോഷത്തിൽ RLV രാമകൃഷ്ണൻ വേദി ഒരുക്കി. മുഖ്യാതിഥിയായി എത്തിയ രാമകൃഷ്ണൻ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ.